ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദൻ, കൂടെ കൃഷ്ണാട്ടനുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കിരാച്ചി കൂടൻ ഗുരുക്കന്മാർ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ ക്ഷേത്ര വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മുഴുവനായും വള്ളിക്കെട്ടാണ് ഈ 6 ഏക്കർ നിറയെ. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാം ഗുരുക്കന്മാർ ക്ഷേത്രത്തിൻ്റെ എല്ലാ ആരൂഢം മാവിലായി ഗുരുക്കന്മാർ കാവാണ്. അവിടെയുള്ള കോമരമാണ് ഈ നാഗപ്രതിഷ്ഠാദിനത്തിലൊക്കെ നൂറും പാലും കൊടുക്കൽ അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ അധികാരം ഉള്ളയാൾ. അതുകൂടാതെ നാഗപ്രതിഷ്ഠ നടത്താൻ വരെ അധികാരമുള്ള മാവിലാക്കാവിലെ കോമരം. ഗുരുക്കന്മാരും ഊർപ്പേശ്വത്താറും കരിവണ്ണയുടെ ഉള്ളിലുണ്ട്. പിന്നെ ശാസ്ത്രത്തിന് വരുവൻ്റെ സ്ഥാനം ഈ മറ്റേ വീടം അല്ലേ? ശാസ്ത്രത്തിനും ഗുരുക്കന്മാർ 3 അല്ലേ? 3 ഗുരുക്കന്മാർ. അത് കാരണവരായിട്ടാണ്, 2 കാരണവരായിട്ടാണ് പറയപ്പെടുന്നത്. അത് അകത്ത് ശ്രീകോവിലിനകത്ത് ഊർപ്പേശ്വത്താറും പിന്നെ ഊർപ്പേശി ദൈവത്താറ് ദൈവത്താറല്ലേ? ഊർപ്പേശി ദൈവത്താറ് കരുവാരന കരിവേടൻ ഊർപ്പേശി ദൈവത്താറ് കരിവേടൻ എന്ന് അങ്ങനെ 5 മൂർത്തികൾ ഉള്ളിൽ. പിന്നെ ഇവിടെ താഴെ പീഠത്തില് വൈരവമൂർത്തി, ശാസ്ത്രപ്പൻ. അങ്ങനെ ഇതിന് പഞ്ചമൂർത്തികൾ എന്നാ പറയുന്നത്. പണ്ട് ഈ ഭൈരവാദി പഞ്ചമൂർത്തികൾ, അതാണ് കൃഷ്ണാട്ടൻ പറഞ്ഞല്ലേ? ഭൈരവാദി പഞ്ചമൂർത്തികൾ. അതൊന്ന് പിന്നെ 3 ഗുരുക്കന്മാരെ 3 അല്ല ഈ പഞ്ചമൂർത്തികൾ ഈ പറഞ്ഞു. ഒന്ന് പിന്നെ ഉർവശിവത്താറ്, ഒന്ന് കരിവേട, ഒന്ന് പിന്നെ ശാസ്ത്രപ്പൻ, ഒന്ന് പിന്നെ നമ്മളെ ഗുരുക്കന്മാരും ഭൈരവൻ, അങ്ങനെ പഞ്ചമൂർത്തികൾ. പഞ്ചമൂർത്തികളെ സേവ ഉറപ്പിച്ച ആളാണ് ഈ ഗുരുക്കന്മാർ. അങ്ങനെയാണ്. ഓ ശരി. അതാ ഇത്ര സിദ്ധി അല്ലേ? ഇത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലകത്തെ കിണറാണ്. ഇവിടുത്തെ ചടങ്ങുകൾക്കെല്ലാം വെള്ളം എടുക്കുന്നത് ഈ കിണറിൽ നിന്നാണ്. മണിക്കിണർ. ഇത് മണിക്കിണർ. അതെ, ഇതും പ്രധാന മണിക്കിണർ ഇത് തന്നെ. ക്ഷേത്രത്തിന്റെ പ്രധാന മണിക്കിണർ ഇത്. അതുപോലെ തീർത്ഥം കൊടുക്കുന്നത് ഇതെല്ലാം പിന്നെ ഈ കിണറിൽ നിന്നുള്ള വെള്ളമാണ്. ഇത് ഇവിടുത്തെ പിന്നെ അതിന് ഉത്തരവാദപ്പെട്ട ആൾക്ക് മാത്രമേ ഇവിടുന്ന് വെള്ളം എടുക്കാൻ പറ്റൂ, വെള്ളം കോരാൻ പറ്റൂ. എല്ലാവർക്കും പോയിട്ട് കോരിയെടുക്കാനൊന്നും പാടില്ല. ഇവിടുന്നാണ് ഗുരുക്കന്മാരെ മുടിയും വെക്കുക. ശാസ്ത്രപ്പൻ അല്ലേ? ഗുരുക്കന്മാരെ. അപ്പം പിന്നെ ഈ ഗുരുക്കന്മാരെ പ്രധാന ആരാധനാമൂർത്തി ശാസ്ത്രപ്പനാണല്ലേ? ശാസ്ത്രപ്പനെയാന്ന് ഏൽപ്പിക്കുക. ശാസ്ത്രപ്പന് അതെന്താണെന്നറിയാം, ശാസ്ത്രപ്പന് അസാധ്യമായിട്ടൊന്നുമില്ല. ഒരു കാര്യവും നടക്കൂല എന്നുള്ള ഇല്ലല്ലോ അല്ലേ ശാസ്ത്രപ്പന്? അത് സമയം പ്രശ്നമല്ല. നിങ്ങൾ 10 മിനിറ്റുള്ളിൽ നടക്കണമെന്നിട്ട് 10 മിനിറ്റുള്ളിൽ നടത്തും അല്ലേ? അങ്ങനെയാണ് ശാസ്ത്രപ്പൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ പൂക്കുട്ടി ശാസ്ത്രപ്പൻ അല്ലേ? പൂക്കുട്ടി ശാസ്ത്രപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠാമൂർത്തി. പ്രധാന ദൈവം ശാസ്ത്രപ്പനാണ്. പഞ്ചമൂർത്തികളുടെ ഉപാസകനാണ് ഗുരുക്കന്മാർ. അതാണ് ഗുരുക്കന്മാർക്ക് ഇത്തരം എല്ലാ സിദ്ധികളും എല്ലാത്തിനെയും എന്താ പറയുക, നാഗങ്ങളെ പോലും മെരുക്കിയ ആളാണ് അല്ലേ? അതാണ്. അപ്പോൾ അത്രയും പ്രത്യേകതയുള്ള ഗുരുക്കന്മാരാണ് കിരാച്ചി കൂടൻ ഗുരുക്കന്മാർ ക്ഷേത്രത്തിലുള്ള മൂർത്തി. ചക്കേൻ്റെ അകത്ത് ഇതിനെ തറച്ചിട്ടിട്ട് കഴിക്കാൻ കൊടുക്കും. വിഷമില്ല. ഇവിടെ വന്നിട്ടാണ് ഗുരുക്കന്മാർ ഇരുന്നിട്ട് നേർച്ച വാങ്ങുന്നത്. ഇതും ഗുരുക്കന്മാർ സ്ഥാനം തന്നെ അല്ലേ? ഈ കൽവിളക്ക് പേരാവൂരിൽ നിന്നുള്ള ഒരു പിന്നെ കുടുംബം, കാക്കാണം ഗണ്ടി കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബം കൊടുത്തതാണ്, സംഭാവന കൊടുത്തതാണ് ഈ വിളക്ക്. അത് ഈ അടുത്ത കാലത്ത് കിട്ടിയതാണ്. ഇത് വിഷ്ണുമൂർത്തിൻ്റെ കോട്ടം അല്ലേ? വിഷ്ണുമൂർത്തി കോട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഈ അടുത്ത് പിന്നെ പുനരുദ്ധാരണം നടത്തി പുതുക്കി പണിതതാണിത്. എന്നാൽ ഈ ബാലാലയത്തിലാക്കൽ അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. ബാലാലയത്തിലാക്കി പിന്നെ പുതിയ ശ്രീകോവിൽ ഉണ്ടാക്കി അതിനുശേഷം പിന്നെ മാറ്റി പ്രതിഷ്ഠിച്ചു, പുനഃപ്രതിഷ്ഠ നടത്തി. ഞാൻ ശ്രദ്ധിച്ചൊരു പ്രത്യേകതയില്ലേ, ഒരു AC റൂമിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രത്യേകത അല്ലെ, ഒരു ഇരുന്നൊരു പ്രത്യേകതയാണ് ശരിക്കും ഈ സ്ഥലത്ത്. ആസാധ്യത്താണ് കേട്ടാ, ഒരു പ്രത്യേകതയാണ് ശരിക്കും. മനസ്സൊരു വല്ലാത്തൊരു ലാഘവം അല്ലേ? അതാണ്. വിഷ്ണുമൂർത്തിൻ്റെ മേലേരി സ്ഥാനം അല്ലേ? ഇത് മേലായിപ്പടി അല്ലേ? മേലായിപ്പടി. ഇവിടുത്തെ ജമ്മി എന്ന് പറയുന്നത് പെരിങ്ങാലി തറവാട്.
അവർക്ക് ഒരു വിളക്കുണ്ട്, ഒരു മന്ത്രിയാട് ഇട്ടു. മന്ത്രിയാട് രണ്ട് കൊലയും വെക്കും. ഓ ശരി ശരി. അത് ഗുരുക്കന്മാർ ഇറങ്ങിയാൽ അപ്പോൾ ഗുരുക്കന്മാരാണ് ഇത് കൊടുക്കണ്ടേ അവർക്ക്? അതിപ്പോൾ ഇട്ടാ ചടങ്ങല്ലേ? അവര് ഏകദേശം അതായത് അവരുടെ മുന്നിലെ പട്ടോല പട്ടോല വായിക്കും. കാരണം പെരിങ്ങാലി ചരിത്രം, അതായത് ഗുരുക്കന്മാരുടെ ചരിത്രങ്ങൾ അത് പട്ടോല ഉണ്ടാവും. ആ പട്ടോല വായിക്കുന്നത് ഇവരുടെ മുന്നിൽ മാത്രമേ പട്ടോല വായിക്കുക. അതിന്റെ അവർ വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പട്ടോല വായിക്കുന്ന സമയത്ത് പിന്നെ അവരുടെ മുന്നിലാണ് ഒരു പ്രത്യേക സമയമാണ് നേർച്ചയെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കും. അങ്ങനെ ആ സമയത്താണ് പട്ടോല വായിക്കൽ. ഓ ശരി ശരി. ക്ഷേത്ര സംരക്ഷണ സമിതിന്റെ ഓഫീസ്, അതിനോടനുബന്ധമായ പിന്നെ സംഭവങ്ങളാണിത്. ഇതാണ് പ്രധാന ഓഫീസ്. ഇതിനോടനുബന്ധിച്ചിരിക്കാനൊക്കെ ഉള്ള ഒരു ഇരുത്തിയൊക്കെ ആക്കിയിട്ടുള്ള ഒരു സംവിധാനം. പണിക്കന്മാർ അണിയറ. അപ്പോൾ അവർക്ക് വരുന്ന തെയ്യം ഒന്ന് ശാസ്ത്രപ്പൻ, പ്രധാനപ്പെട്ട, പിന്നെ വിഷ്ണുമൂർത്തി, പിന്നെ ഭൈരവ. ഈ മൂന്നും അതിനെ പിന്നെ അണിയിച്ചൊരുക്കുന്ന മുഹൂർത്തത്തിൽ ഇടുന്നതാണ്. ഇതിനൊന്നും പ്രത്യേക പന്തലൊന്നും വേണ്ട കേട്ടോ. എല്ലാം വള്ളി ആണ്ടല്ലേ. ഇല്ലേയും കുഴപ്പമൊന്നുമില്ല, വള്ളി പന്തല്. അത് ഓലിയെല്ലാം മാർക്കിയിട്ട്. അതെ അവരും അല്ല, ഞാൻ പറയാം അതും വേണമെന്നില്ല എന്ന് പറയാം. അത്രയും ഗംഭീരല്ലേ. ഇവിടെയെല്ലാം കാടിൻ്റെ ഇത് കൂടുകയാണ് കേട്ടോ. അത്രയും പിന്നെ നിബിഡമായ കാടാണ്. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിന് എന്തെങ്കിലും ഒരു പിന്നെ എന്താ പറയേണ്ട ഒരു കനം അല്ലേ, ഒരു കനോ പിന്നെ സങ്കടമോ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ പിന്നെ കൂടൻകുരിക്കന്മാർ ക്ഷേത്രത്തിൽ ഒന്ന് വന്ന് ഒരു 10 മിനിറ്റ് സമയം ഇവിടെ ചിലവഴിച്ചാൽ എല്ലാ കനവും ഭാരവും വിഷമവും എല്ലാം തീരുമെന്നുള്ള ഗ്യാരണ്ടിയാണ്. പെരുണ്ണാമാർ അണിയറ തെയ്യങ്ങൾ, അത് 3 ഗുരുക്കന്മാരും പിന്നെ കരിവാടെ അവർ 5 കാര്യങ്ങൾ അണിയറയിൽ ഇവിടുന്നാണ് ഇറങ്ങുന്നത്. ഓ ശരി. മുടിയെല്ലാം പുറത്തുനിന്നാവും. മറ്റേ മൂത്തത്ത് മുടി മാത്രം പുറത്തുനിന്ന് മുടി വെച്ചിട്ട് ഇറങ്ങാം. ഓ ശരി. മറ്റേ ഗുരുക്കന്മാർ 3 ആളും പുറത്തുനിന്ന്. 2 ഗുരുക്കന്മാർ ഇവിടുന്ന് വെക്കുക, മറ്റേ ഗുരുക്കന്മാർ. അപ്പോൾ പണ്ടുള്ള വീടുകളും അതുപോലെ ക്ഷേത്രങ്ങളും എല്ലായിടത്തും നമ്മൾ കയറുമ്പോൾ തല നന്നായി കുനിച്ചിട്ട് കയറണം എന്നാണ് പറയുക. അങ്ങനെയുള്ള പിന്നെ സിസ്റ്റത്തിലാണ് ആ വാതിലും ഒക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇത് നാഗസ്ഥാനാണ്. അപ്പോൾ ഇവിടെ കടക്കണമെന്നുണ്ടെങ്കിൽ നല്ല കുനിഞ്ഞിട്ട് തന്നെ കടക്കണം. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് നാഗസ്ഥാനം. ഇവിടെ നാഗപ്രതിഷ്ഠ തന്നെ ഉണ്ട്. ഓ അടുത്ത് കഴിഞ്ഞല്ലേ? ആ ശരി ശരി. ആ മാവിലാക്കാവിലെ കോമര അല്ലേ? ആ. അപ്പോൾ ഇവിടെ ഒരു 3 ദിവസം മുമ്പേ പിന്നെ നാഗപ്രതിഷ്ഠ പൂജ, നാഗപൂജ, 100 പാലും നൽകലല്ലേ, അങ്ങനെയല്ല പറയാം? ആ 100 പാലും കൊടുക്കൽ പിന്നെ കഴിഞ്ഞിരുന്നു ഒരു 3 ദിവസം മുമ്പേ. അപ്പോൾ അന്ന് വന്നത് മാവിലാക്കാവിലെ പവിത്രം കോമരായിരുന്നു. അപ്പോൾ ആ ചടങ്ങ് നടന്നതുകൊണ്ട് ഇവിടെ നല്ല വൃത്തിയാക്കിയെല്ലാം പൂജകളൊക്കെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പൊതുവെ കാട് പിടിച്ചിട്ടാണ് പിന്നെ സ്ഥാനം ഉണ്ടാവുക. അത് നിത്യവിളക്കുണ്ട് ഇവിടെ. അതുപോലെ അങ്ങനെ അടിച്ചുവാരി വൃത്തിയാക്കൽ അങ്ങനെയൊന്നും പാടില്ല. നാഗസ്ഥാനം ഒരു വർഷത്തിൽ ഈ പൂജക്ക് തൊട്ട് മുമ്പ് മാത്രമേ വൃത്തിയാക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ്. സ്ത്രീകൾക്ക് പിന്നെ തീരെ പ്രകാശം. ഈ നാഗസ്ഥാനത്തിനടുത്ത് കാട് ഭയങ്കര എന്താ പറയുക, കട്ടിയിലാണ് കാട്. അതും വള്ളികളും വള്ളിപ്പടർപ്പുകളും എല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു ഒറ്റക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഒരു എന്നാ പോവാന്നുള്ള കുറച്ചൊരു പിന്നെ പേടിയുണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇല്ല, ഒറ്റക്കൊന്നും ഒരാളും വരില്ല, വരാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ ഇതിൻ്റെ എന്താ പറയുക, ഇതുമായിട്ട് ഇവരെ പരിപാലിക്കുന്നവർക്ക് പ്രശ്നമല്ലല്ലോ. കാരണം അതെ വരാം. പരിപാലിക്കുന്നവർ ഇപ്പം പിന്നെ അച്ഛൻ മക്കളെ ഒരിക്കലും ശിക്ഷിക്കൂലല്ലോ അല്ലേ? അതുപോലെയല്ലേ അമ്മ മക്കളെ ശിക്ഷിക്കൂലല്ലോ? അതുപോലെയല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള നമ്മളെ വീട്ടിൽ നമുക്ക് എപ്പം കയറി ചെല്ലാം. അതുപോലെ പിന്നെ വേറെ ഒരാൾക്ക് കയറി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു പേടി, ഉള്ളിൽ ഒരു ഉൾഭയം ഉണ്ടാകും. കാരണം ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണ്. മൊത്തം ഒരു കൊടുങ്കാടാണ്. എവിടെ നോക്കിയാലും കാട്. അപ്പോൾ ഈ ക്ഷേത്രം ഉള്ളത് വട്ടിപ്പുറം ടൗണിനടുത്ത് കിരാച്ചി എന്ന സ്ഥലത്താണ് കൂടൻകുരിക്കന്മാർ ക്ഷേത്രം. അപ്പോൾ തീർച്ചയായും ഈ തെയ്യ സമയത്തൊക്കെ എന്തായാലും ഒരു പ്രാവശ്യം ഇവിടെ വരാൻ ശ്രമിക്കുക.
ഇത് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടാണ് അതിലും ഭയങ്കരം. ക്ഷേത്രത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല പറയുന്നത്. ഗുരുക്കന്മാർ പിന്നെ ഇത്രയും പഞ്ചമൂർത്തികളുടെ ഉപാസകനായ ഗുരുക്കന്മാരാണ് ഇവിടുത്തെ പിന്നെ പ്രധാന എന്താ പറയുക ആരാധന അല്ലേ, പ്രധാന ആരാധനാമൂർത്തി ഗുരുക്കന്മാരാണ്. അപ്പോൾ ആ ഗുരുക്കന്മാരുടെ പിന്നെ സാന്നിധ്യം കൂടാതെ ശാസ്തപ്പൻ ഭൈരവ ദൈവമുണ്ട്, അതുപോലെ പിന്നെ വിഷ്ണുമൂർത്തിയുണ്ട്. എല്ലാം നമുക്ക് അനുഗ്രഹ വർഷം കൊണ്ട് നമ്മളെ പൊതിയുന്ന ദൈവങ്ങളാണ്. ഊർപ്പേശി ദൈവത്താറ്, കരുവേടൻ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ കുറേ ദൈവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ ഉത്സവം എപ്പോൾ നടക്കുക? ഉത്സവം കുംഭം 6, 7, 8 വരും. മലയാളം കുംഭം 6, 7, 8. അത് മാറൂല. അപ്പോൾ മനസ്സിലൊന്ന് 18, 19, 20 ഇപ്രാവശ്യം. അപ്പോൾ നമ്മൾ ഈ തീയതി ഒന്ന് മനസ്സിൽ കുറിച്ച് വെച്ചേക്കുക. കുംഭം 6, 7, 8. എന്നിട്ട് ഈ സമയത്ത് എപ്പോഴെങ്കിലും പറ്റുമ്പോൾ ഒന്ന് ഈ ക്ഷേത്രത്തിൽ വരിക. പിന്നെ ക്ഷേത്രം എന്നാണ് പറയല്, കാവ് എന്നാണ് പറയുന്നത്. കാവ് കൂടൻ ഗുരുക്കന്മാർ കാവാണ് ശരിക്കും. അതെ, കാവ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും വലിയ കാടുകൾ. അതെ, ആ പേര് വരുന്നത് അങ്ങനെ തന്നെയാണ്. വള്ളിക്കെട്ടുള്ള സ്ഥലത്തിനാണ് പൊതുവെ കാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാവിൽ നിർബന്ധമായും തീർച്ചയായും പിന്നെ വരാൻ ശ്രമിക്കുക. അത് ഒരു അനുഭവം തന്നെയായിരിക്കും. പിന്നെ കുടുംബക്കാരായിരുന്നു ഇവിടെ ക്ഷേത്രം നടത്തല്. കക്കരങ്ങാടിക്ക് തുറക്കാർ അവരെ മക്കളും. അത് അതിനുശേഷം ഇപ്പോൾ ഒരു ആഘോഷ കമ്മിറ്റി അതിനുശേഷം വന്നു. പിന്നെ ആഘോഷ കമ്മിറ്റിയും പിന്നെ കുടുംബക്കാരും നടത്താൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുടുംബസമിതിയും വന്ന് സംരക്ഷണ സമിതിയും വന്നു. അപ്പോൾ അത് വെവ്വേറെയായിട്ട് കുടുംബസമിതി ക്ഷേത്രം നടത്താൻ തുടങ്ങി. മറ്റുള്ള കാര്യങ്ങൾ ഉത്സവത്തിനുള്ള മറ്റുള്ള സൗണ്ട് അത് ഇതെല്ലാം അവർ ഭക്ഷണം എല്ലാം അവരായി. ഇപ്പൊ രണ്ടും കൂടി യോജിച്ചിട്ടാണ് ഒറ്റ പ്രകാശം കോമരാണ്. ഇപ്പം ഗോവിന്ദൻ കോമരത്തിന്റെ മരുവനാണ് പ്രകാശം കോമരം. ആദ്യത്തെ ഇതിന്റെ കൊട്ടൻ എന്ന് പറഞ്ഞ പറയല്ലേ ഇതിന്റെ കാരണവർ ഇതിന്റെ കാലത്ത് അതിന് മുമ്പേ വേറെ കോരത്തന്മാരുണ്ട്. അതൊന്നും നമുക്ക് പരിചയമില്ല. കാരണവറാണ് ഇത് എടുത്തത്. അതിന് മുമ്പേ പറയുന്നത് എന്താന്ന് പറയുന്നത് കേട്ടത് എന്താ പറഞ്ഞാൽ ആദ്യം ഓല കൊണ്ടുണ്ടാക്കിയ കാവായിരുന്നു. പിന്നെയാണ് കൊട്ടന്മാരനോർ ഇതുപോലെ ആക്കിയത്. കൊട്ടനല്ല സ്ഥാപിച്ചനാക്കും. അതിന് മുമ്പേയുള്ള ആൾക്കാരാണ് സ്ഥാപിച്ചത്. ഇത് 100 കണക്കിന് വർഷം പഴക്കമുണ്ട്. നമ്മളെ അറിവില്ലാന്ന് പറഞ്ഞു. അതെ അതെ അതെ. എനിക്ക് 100, 500, 500 ആയിരിക്കില്ല. അപ്പോ ഇതിന് മുമ്പിൽ 1-2 കോമരത്തന്മാരുണ്ടായിരുന്നു. എന്റെ ഒരു വീട് എന്റെ ഒരു കോമരത്തിന്റെ വീടായിരുന്നു ഞാൻ നിൽക്കുന്ന വീട്. ഇപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഒരു സ്ഥാനം വന്നത്. കോമരത്തിന്റെ മക്കളായതുകൊണ്ട് എന്റെ ഇത് തൊട്ട് ഈ പറമ്പെല്ലാം അപ്പുറത്തല്ലേ. പിന്നെ ഓർക്ക് കൊട്ടെന്ന് പറഞ്ഞവർക്ക് ശേഷം ഗോവിന്ദൻ കോമരം. ഒരു കാരണോറും അതിന് കോമരം അധികാരം ഓർക്ക് കിട്ടി. അസാധ്യ സിദ്ധിയുള്ള ഓറ് മരണപ്പെട്ടതിന് ശേഷം ഇപ്പം പ്രകാശ് എന്ന് പറഞ്ഞു. ഇതെല്ലാം ഒരു ഉപാസനയാണ്. നമ്മൾ എത്രത്തോളം ഇതിനെ പിന്നെ മനസ്സിൽ കൊണ്ട് അതിനെ ഉപാസിച്ച് നടന്നാൽ അത്രത്തോളം നമുക്കൊരു അതിനോടുള്ള കഴിവ് കിട്ടുന്നാന്ന് പറയാം അല്ലേ. തന്നെ ഒരു സിദ്ധിയായിട്ട് തെരഞ്ഞെടുക്കൽ ഉറഞ്ഞിട്ട് വണ്ടി നമ്മൾ പറയുന്നത് ഉറഞ്ഞിട്ട് വന്നിട്ട് അതിനെന്ന് ഈ കോമരം കോമരങ്ങൾ ഫോട്ടത്തിൽ കണ്ടില്ലേ. ഓറ് ഇങ്ങനെ കിടന്നെടുക്കുന്നു അതേപോലെ ഇവർ അങ്ങനെയല്ല. ഇവർ വേറെ ആളെ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ ഇവർ ഒരു സിദ്ധി കൊണ്ട് ഇവർ ഇപ്പോഴത്തെ കോമരായി. ഇപ്പോഴത്തെ പ്രകാശം കോമരം വേറെ ആളാക്കാൻ വേണ്ടിട്ട് പല ആളും ശ്രമിച്ചിന്. പക്ഷെ കഴിഞ്ഞില്ല. ഇവർക്ക് അതിന്റെ ബാക്കി ഇവർക്ക് തന്നെ ഇവരെയാണ് വിളിക്കുക വഴിപാടിന് പോവുക. അവർക്ക് നടക്കാൻ കഴിയാത്ത കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ചെറുപ്പക്കാരനായ വിളിക്കുക. പിന്നെന്ന് പറഞ്ഞത് ദൈവ ഒരു നിശ്ചയം ഉണ്ടാവില്ല അല്ലേ. ദൈവേച്ഛാന്ന് പറയുന്നില്ല അല്ലേ. ദൈവത്തിനൊരു ഇഷ്ടം അതും കൂടെ ഉണ്ടാവും. അത്രേ പറ്റി. കാക്കാടങ്കണ്ടി അതിങ്ങനെ മരുവക്കൾ അങ്ങനെ അല്ലേ. മക്കൾക്ക് കിട്ടൂല. മക്കൾക്ക് ബാക്കിയുള്ള സഹായങ്ങൾ കെട്ടിയാടിക്കളോ കർമ്മങ്ങളെല്ലാം. അതെ, അതാ ഈ മരുവക്കളാകുമ്പോൾ ആ തറവാട് വരും അല്ലേ. അതെ അതെ അതെ. ഗുരുക്കന്മാർ കെട്ടുന്നയാളും കുറച്ച് ഒരു ഇതുള്ളവരെന്നെ ആയിരിക്കണം. അഭ്യാസിരിക്കണം അല്ലേ. കായികാഭ്യാസം അറിയണ്ട കുറച്ച് പെരുണ്ണാനുണ്ട് പണിക്കാർ ബന്ധപ്പെട്ട് വേണം. ഗുരുക്കന്മാർ ആക്കത്തൂരിലെ കുഞ്ഞുട്ടി പെരുണ്ണൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇവിടുത്തെ ഗുരുക്കന്മാർ കെട്ടുന്ന ഒരാള്. ഇളയ ഗുരുക്കന്മാരാണല്ലോ കുറച്ച് ഒരു മാസം കൂടി ശരിയായ. അതിനുശേഷം ഓർക്ക് ശേഷമാണ് ഈ വേങ്ങാടിലെ കുഞ്ഞമ്പു മാസ്റ്റർ എന്ന് പറയുന്ന പെരുവണ്ണാൻ കിട്ടുന്നത്. അത് ഒരേ ശേഷമാണ്
ഓരോ മകൻ കുഞ്ഞിക്കണ്ണൻ പെരുവണ്ണൻ ഒരു മരണപ്പെട്ടു. മരണപ്പെട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മളെ പറയുന്ന ശശിയുണ്ടോ, ശശി അതിൻ്റെ അടുത്ത് തന്നെയുള്ള അല്ലേ? TP ശശി, ശശി ഇളയ ഗുരുക്കന്മാർ കിട്ടുന്നത്. അപ്പോൾ ഗുരുക്കന്മാരെ എങ്ങനെ പിന്നെ പാരമ്പര്യമായിട്ട് അവരെ ഇങ്ങനെ കെട്ടിയിട്ട് ഇത് 3 ദിവസം ഇവിടെ വന്നിട്ട് വീട്ടിൽ പോകാനും പറ്റില്ല. അവര് കെട്ടുന്ന വീട്ടിൽ ഇവിടെ തന്നെ വ്രതം എടുക്കണം. വ്രതം തന്നെ 6-ാം തീയതിയുടെ കയറി കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം വീട്ടിൽ ഇറങ്ങാൻ പാടില്ല. ക്ഷേത്രത്തിന്റെ പുറത്ത് അങ്ങനെ നമ്മളെല്ലാരും അങ്ങനെ തന്നെ നല്ല വ്രതത്തിലായിരുന്നു. അതുപോലെ ഇവിടെയുള്ള കുട്ടിച്ചാത്തം കഴിക്കുന്നതും അതും പുറത്ത് പ്രധാനപ്പെട്ട ഒരു പിന്നെ തെയ്യാണല്ലോ. അതിനെ നമ്മളെ ഇവിടെയുള്ള എന്തേലും രാമപണിക്കർ മകൻ അല്ലല്ല അതിന് മുന്നേ ഈ കിരാച്ചിയിലെ ചന്തപ്പണിക്കർ ചന്തപ്പണിക്കറായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കോലം തന്നെയാ. ശരി. അതെല്ലാം ഒരു ചിലവർ കിട്ടിയ ഒരു ഭയങ്കര അരങ്ങായിരിക്കും. നമ്മളെല്ലാം മര്യത്തൂട്ട് പോവില്ല. അങ്ങനെ ഒരു കണ്ണെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഇത് പട്ടിപ്പറ സ്കൂളിൽ പഠിക്കുന്ന നേരത്ത് തുടങ്ങലായെന്ന്. അതിനുശേഷം ആദ്യം വെള്ളാട്ടയ്യ, അതിനുശേഷമാണ് വേങ്ങാടുള്ളവർ കഴിക്കാൻ തുടങ്ങിയത്. ഓ ശരി. ചന്തു അമ്പപ്പണിക്കർ രാമപണിക്കർ മകൻ രാമപണിക്കർ മകൻ ചന്ദ്രപണിക്കറാണ്. ചന്ദ്രൻ പണിക്കർ വശനായി. അയാളിപ്പോ സുഖമില്ല. അതുകൊണ്ട് അവരെ മരുവനാണ് ഇപ്പോ ശ്വാസപ്പണി കിട്ടുന്നത്. കോമരം ഇവിടെ എല്ലാ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓർക്ക് ഒരു കുറയുന്നൊരു ഇതുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എല്ലാം പിന്നെ മുതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കയറി നമസ്കരിച്ച് കഴിഞ്ഞ് അതിൻ്റെ അങ്ങനെ ഒരു തേങ്ങ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനടിച്ചിട്ട് കല്ലിനടിച്ചിട്ട് അകത്തേക്ക് കയറിയിട്ടാണ് നടന്ന് ആയുധം എടുത്തിട്ട് ഓർ കുറയാം. അതൊരു സംഭവം ഉണ്ട്. അറിയാൻ പറ്റും. ഓ ശരി. അത് എല്ലാ തെയ്യ സമയത്തും ഉണ്ടാകുന്ന സമയത്തും ഉണ്ടാകുന്നു. ഓരോ 1-2 കുറേ പ്രാവശ്യം അവർ അങ്ങനെ പറയണം. കുറേ പ്രാവശ്യം ഉണ്ടാവും. അപ്പം ഗുരുക്കന്മാരെ തോറ്റം വന്നു കഴിഞ്ഞാൽ അതിന് തേങ്ങ അടിച്ചിട്ട് ചുറ്റിയിട്ട് എന്നിട്ട് ആയുധം എടുത്ത് ഇറങ്ങണം. അന്നേരം ഓർക്ക് കുറയുന്ന ആ സമയത്ത് അന്നേരത്താ കുറയാം. ഒരു നൃത്തം ചെയ്യണം. ഗുരുക്കന്മാരെ കൂടെ. ഇത് വെള്ളാട്ടം ഗുരുക്കന്മാർ 3 ആള് വരും. അങ്ങനെയുണ്ട്. പറയാൻ മറന്നുപോയതാ. 3 പ്രാവശ്യം ഗുരുക്കന്മാരെ വെള്ളാട്ടം ഇവിടെ വരും. എന്നിട്ട് തോറ്റ ഉണ്ടാവും. അതൊരു 1.5 മണിക്കൂർ. 3 ആൾ ഒന്നായിട്ടാ വരിക. അങ്ങനെ 3 പ്രാവശ്യമായിട്ടുണ്ടാവും. 3 പ്രാവശ്യമില്ല, 2 പ്രാവശ്യം. അല്ല ലാസ്റ്റ് 12 മണിക്കില്ലേ? ഇല്ല, 2 പ്രാവശ്യം. 2 പ്രാവശ്യം. ആ 2 പ്രാവശ്യം വന്ന് അന്നേരത്ത് ഉറയണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.